നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ സെറ്റിൻ്റെ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാം വേളയിൽ നമുക്ക് നമ്മുടെ പഠിച്ചത് എത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നറിയുന്നതിനും നമ്മൾ എല്ലാ ഭാഗത്തു കൂടിയും കടന്നു പോയോ, ഇനി എന്തൊക്കെ നമുക്ക് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നറിയുന്നതിനും കൂടി വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏതൊരു എക്സാമിനായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ഒരു രീതിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലൂടെ എക്സാമിൻ്റെ പാറ്റേണും ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ഇതൊരു സഹായകമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് 2016 മുതൽ ഈ കഴിഞ്ഞ എക്സാം വരെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ഏകദേശം ഒരു 8 ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള, ഇതുപോലെ ചേരുംപടി ചേർത്തിട്ടായിട്ടും അതുപോലെ തന്നെ വൺ വേർഡ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. കവിതയിൽ നമുക്കറിയാം വളരെ വൈഡായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ കവിതയിൽ നമുക്ക് ആധുനിക കവിത, ഉത്തരാധുനിക കവിത, പ്രാചീന കവിത, ഖണ്ഡകാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, വിലാപകാവ്യങ്ങൾ, വെൺമണി പ്രസ്ഥാനം, കേരളവർമ്മ പ്രസ്ഥാനം, അങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് കവിത എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് എ പാർട്ടിൽ തന്നിട്ടുള്ളത് നമുക്കിതിനെ എ ബി എന്നുള്ള പാർട്ടാക്കിയിട്ട് തിരിക്കാം. എ ബി. അതിൽ എ പാർട്ടിൽ നമുക്ക് കൃതികളും ബി പാർട്ടിൽ വെൺമണി കവികളെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, കവി മൃഗാവലി, കവി പുഷ്പമാല, കവിതാഭരണം, കവി പക്വാവലി. ബി പാർട്ടിൽ തന്നിട്ടുള്ളത് വെൺമണി മഹൻ, വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട്, കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കവികളെ പല രീതിയിൽ പുഷ്പങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും മത്സ്യമായിട്ടും ഒക്കെ മാറ്റിയിട്ട് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ഉപമിച്ച് എഴുതിയിട്ടുള്ള കൃതികളാണ് ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കവി മൃഗാവലി ആരുടേതാണ്? കവി മൃഗാവലി. കവി മൃഗാവലി എന്ന് പറയുന്നത് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ്റെ കൃതിയാണ് കവി മൃഗാവലി എന്ന് പറയുന്നത്. ഓക്കെ, കവി പുഷ്പമാല. കവി പുഷ്പമാല വെൺമണി മഹൻ്റെ കൃതിയാണ് കവി പുഷ്പമാല. ഓക്കെ, ഇനി കവിതാഭരണവും കവി പക്വാവലിയുമാണ് ഇനിയുള്ളത്. കവിതാഭരണം അതുപോലെ തന്നെ കവി പക്വാവലി. നമുക്ക് നോക്കാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഓപ്ഷൻ എയും ബിയും അനുസരിച്ച് നമുക്ക് ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് A4 എന്ന് വരുന്ന ഓപ്ഷൻ, A4 എന്ന് വരുന്ന ഓപ്ഷൻ എയും സിയുമാണ് ഇതിൽ തന്നിട്ടുള്ളത്, എയും സിയും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷനുകളും നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഈ രണ്ട് ഓപ്ഷനുകൾ നോക്കിയാൽ മതി. ഇനി കവി പുഷ്പമാല B1 എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് നോക്കേണ്ടത്. A4 B1 എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൽ A4 B1 എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചേരുംപടി ചേർക്കൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ ഈ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താൻ കഴിയും. ക്ലിയർ? ഇനി എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ ആവണം എന്നില്ല.
കാരണം A4 എന്നുള്ള 3 B1 എന്നുള്ള രണ്ടെണ്ണം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 4 അറിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു മെറിറ്റും ഉണ്ട് ഡിമെറിറ്റും ഉണ്ട് ഈ രണ്ട് രീതിയിൽ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ തന്നെ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്ക് സി നോക്കാം. സി, കവിതാഭരണം എന്ന് പറയുന്നത് ആരുടേതാണ്? കടത്തനാട്ട് ഉദയവർമ്മയുടേതാണ്. കവിതാഭരണം എന്ന് പറയുന്നത് കടത്തനാട്ട് ഉദയവർമ്മയുടേതാണ്. കവി പക്വാവലി എന്ന് പറയുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടിൻ്റേതാണ്. വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട്. ഓക്കെ, ഇതുപോലെ കവി എന്ന് വെച്ചിട്ട് വരുന്ന വേറെയും കൃതികളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ കവിരാമായണം, കവിരാമായണം, കവിരാമായണം ആരുടേതാണ്? മൂലൂരിൻ്റേതാണ്. ഓക്കെ, മൂലൂർ എസ് പത്മനാഭ പണിക്കരുടേതാണ് കവിരാമായണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കവിഭാരതം, കവിഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റേതാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ നമുക്കതെങ്ങനെ ഓർക്കാം? മഹാഭാരതം വിവർത്തനം ചെയ്തിട്ടുള്ളത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണല്ലോ. വൃത്താനുവർത്തം പദാനുപദമൊക്കെ വിവർത്തനം ചെയ്തിട്ടുള്ളത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പോൾ കവിഭാരതം എന്ന് പറയുമ്പോൾ നമുക്ക് മഹാഭാരതമായിട്ട് കണക്ട് ചെയ്ത് കവിഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എഴുതിയിട്ടുള്ളത് എന്നോർക്കാം. ഓക്കെ, കവിരാമായണം മൂലൂർ. ഇനി നമ്മളിതിൽ തന്നിട്ടുള്ള കവി പുഷ്പമാല വെൺമണി മഹൻ മാത്രമല്ല എഴുതിയിട്ടുള്ളത്, മറ്റൊരാൾ കൂടി എഴുതിയിട്ടുണ്ട്. കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനോൻ, കാത്തുള്ളിൽ അച്യുതമേനോൻ. ഓക്കെ, കാത്തുള്ളിൽ അച്യുതമേനോൻ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഓർത്ത് വയ്ക്കാം? വെൺമണി മഹൻ കവി പുഷ്പമാല എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മഹൻ്റെ പുഷ്പം എന്നോർത്ത് വയ്ക്കാം. അതുപോലെ കാത്തുള്ളിൽ അച്യുതമേനോനും കവി പുഷ്പമാലയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി എന്ന് പറയുന്നത് ഉള്ളിക്ക് പുഷ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ കാത്തുള്ളിൽ ഉള്ളി ആരാണ്? ഉള്ളി പുഷ്പം എന്നോർത്ത് വെച്ചാൽ കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനോൻ എന്ന് നമുക്ക് കണക്ട് ചെയ്തൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കവി മൃഗാവലിയോ? ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോനാണ് കവി മൃഗാവലി. അപ്പോൾ ഒടുവിൽ മൃഗം എല്ലാം കവി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് മൃഗമാണോ, പുഷ്പമാണോ, ആഭരണമാണോ, അതുപോലെ ഭാരതമാണോ, രാമായണമാണോ എന്നുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കവി മൃഗാവലി നമുക്ക് എങ്ങനെ നോക്കാം? ഒടുവിൽ മൃഗം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒടുവിൽ മൃഗം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന് കവി പക്ഷിമാലയുണ്ട്. കവി പക്ഷിമാല കവി പക്ഷിമാല ആരാണ്? കോയിപ്പിള്ളി അല്ലെങ്കിൽ പള്ളി കേട്ടോ. കോയിപ്പള്ളി പരമേശ്വരക്കുറുപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? പക്ഷി, കോയി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കോഴിയെ കോയി എന്ന് ചിലർ പറയാറുണ്ടല്ലോ, കോഴിയെ കോയി എന്ന്. അപ്പം അങ്ങനെ ആകുമ്പം കോയി എന്താണ്? ഒരു പക്ഷിയല്ലേ. അപ്പോൾ പക്ഷിമാല കോയിപ്പള്ളി പരമേശ്വരൻ കുറുപ്പ് എന്ന് നമുക്കങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തേത്. ഇത് നമുക്കിങ്ങനെ ഒരു കൃതി അതിൻ്റെ അത് എഴുതിയത് ആരാണ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ചേരുമ്പടി ചേർക്കുന്ന രീതിയിലും നിരവധി തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ട്രിക്കുകളൊക്കെ ആയിട്ടാണ് നമ്മൾ മലയാളം നമ്മുടെ അക്കാഡമിയിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കഥകളും സിനിമകളും കൊടുത്തിരിക്കുന്നു, ശരിയായ ഗണം. നമുക്കറിയാം കഥകളും സിനിമകളും നമ്മുടെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ ഒത്തിരി കൃതികൾ എന്തായിട്ടുണ്ട്? സിനിമയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പം ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സാഹിത്യം സിനിമയാകുന്നത് അല്ലെങ്കിൽ മറ്റൊരു
ഇതിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അനുവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നാടകമാകാം, അല്ലെങ്കിൽ കവിത നാടകമാകാം, അല്ലെങ്കിൽ കവിത സിനിമയാകാം, സിനിമ അതുപോലെ സിനിമ നാടകമാകാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഏത് രീതിയിലേക്ക് മറ്റൊരു സങ്കേതത്തിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ അനുവർത്തനം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് നോവല്, ചെറുകഥ, ഇവയൊക്കെ എന്തായിട്ട് മാറുന്നതാണ്, സിനിമയായിട്ട് മാറുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കൃതികളും അതിൻ്റെ ഏത് പേരിലാണ് അത് സിനിമയായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ഥിരം വരുന്ന മറ്റൊരു ചോദ്യമാണ് ഇത് കേട്ടോ. നമുക്ക് അനുവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടുള്ളത്. നോക്കാം. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ ഏതാണ് ഉത്തരം? മുറപ്പെണ്ണാണ്. മുറപ്പെണ്ണ് ആരുടേതാണ്? MTയുടേതാണിത്. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി MTയുടേതാണ്. MT തന്നെയാണിത് സിനിമയാക്കിയിട്ടുള്ളത്. സിനിമയാക്കുന്ന തിരക്കഥ MTയുടേതാണ്. മുറപ്പെണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇനി നഷ്ടപ്പെട്ട നീലാംബരി ഒത്തിരി തവണ വൺ വേർഡായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ചേരുംപടി ചേർക്കുന്ന രീതിയിലും ചോദിച്ചിട്ടുള്ളതാണ്. നഷ്ടപ്പെട്ട നീലാംബരി നമുക്കറിയാം ആരുടേതാണ്? മാധവിക്കുട്ടിയുടേതാണ്. സിനിമയാക്കിയിട്ടുള്ളത് ശ്യാമപ്രസാദാണ്. മഴ എന്ന പേരിലാണിത് സിനിമയാക്കിയിട്ടുള്ളത്. നഷ്ടപ്പെട്ട നീലാംബരി, മഴ. ഇനി നീലവെളിച്ചം നമുക്കറിയാം ബഷീറിൻ്റെ കൃതിയാണ്. ഭാർഗവീ നിലയം എന്ന് പറഞ്ഞിട്ടുള്ള ബഷീറിൻ്റെ കൃതിയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ഇതും MTയുടേതാണ്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയായിട്ടുള്ള കൃതിയാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ A2 എന്ന് വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. A2, B4, C1, D3. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു കൃതി മാച്ചായിട്ട് വരുന്നത് ഉണ്ടോ എന്ന് നമ്മുടെ ഈ ഓപ്ഷനിലും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ക്ലിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി കൃതികൾ എന്തായിട്ടുണ്ട്? സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് സിനിമയായിട്ട് മാറിയിട്ടുള്ള കൃതി ഏതാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ, നമ്മുടെ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ. അതൊരു നിശബ്ദ ചിത്രമായിട്ടാണ് വരുന്നത്. ഓക്കെ, നിശബ്ദ ചിത്രമായിട്ടാണ് മലയാളത്തിൽ ഈ ഒരു കൃതി സിനിമയായിട്ട് വരുന്നത്. വിഗതകുമാരന് ശേഷം ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ നിശബ്ദ ചിത്രം ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. അത് എന്താണ്? സാഹിത്യം സിനിമയായിട്ടുള്ള ആദ്യത്തെ സിനിമ ഏതാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്, നിശബ്ദ ചിത്രമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്തരത്തിൽ ഒത്തിരി കൃതികൾ എന്തായിട്ടുണ്ട്? സിനിമയായിട്ടുണ്ട്. നമുക്കറിയാം ചെമ്മീൻ, നമുക്കറിയാം അല്ലേ? ചെമ്മീൻ തകഴിയുടെ ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ എന്ന പേരിൽ തന്നെ. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട്. അതുപോലെ ഏണിപ്പടികൾ 2 തവണ സിനിമയായിട്ടുണ്ട്. ഏണിപ്പടികൾ എന്ന പേരിലും അതുപോലെ തന്നെ വാസ്തവം, നിങ്ങൾക്കറിയാം പൃഥ്വിരാജും കാവ്യമാധവനൊക്കെ അഭിനയിച്ചിട്ടുള്ള വാസ്തവം എന്ന പേരിൽ 2ാമത്തെ തവണയും സിനിമയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ബഷീറിലേക്ക് വരികയാണെങ്കിൽ ബഷീറിൻ്റെ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുള്ള നീലവെളിച്ചം ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയായിട്ടുണ്ട്. ബാല്യകാലസഖി എന്ന പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട്. മതിലുകൾ എന്ന പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട് അല്ലേ? ഇനി മലയാറ്റൂരിൻ്റെ നോക്കുകയാണെങ്കിൽ മലയാറ്റൂരിൻ്റെ യക്ഷി എന്ന കൃതി ഒരു അപസർപ്പകാഖ്യാനം പോലെയുള്ള ഒരു കൃതിയാണ് യക്ഷി എന്ന കൃതി അകം എന്ന പേരിൽ സിനിമയായിട്ട്, ഇതും 2 തവണ സിനിമയായിട്ടുണ്ട് കേട്ടോ. ആദ്യം യക്ഷി എന്ന പേരിലും രണ്ടാമത് അകം എന്ന പേരിലും സിനിമയായിട്ടുണ്ട്. ക്ലിയർ. ഇനി നമുക്ക് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഏതാണ്? കാളികമിനറിലെ കുറ്റവാളികൾ എന്ന കൃതിയുടെ അനുവർത്തനമായിട്ടാണ് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വന്നിട്ടുള്ളത്. അതുപോലെ ഉണ്ണിയാറിൻ്റെ ലീല, പ്രതിപൂവൻ കോഴി, ഇതൊക്കെ കൃതികളാണ്. ഈ കൃതികൾ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ GR ഇന്ദുഗോപൻ്റെ ഏറ്റവും റീസെൻ്റായിട്ട് വന്നിട്ടുള്ളത് GR ഇന്ദുഗോപൻ്റെ 4 പേരിലൊരുത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി. 4 പേരിലൊരുത്തൻ
പൊന്മാൻ എന്ന പേര് ബേസിൽ ജോസഫൊക്കെ അഭിനയിച്ചിട്ടുള്ള സ്വർണ്ണക്കളവ്, അതാണ് അതിൻ്റെ പ്രമേയം. പൊന്മാൻ എന്ന പേരിൽ സിനിമയായിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കൃതികൾ എന്തായിട്ടുണ്ട്, സിനിമയായിട്ടുണ്ട്. അപ്പോൾ MTയുടെ തന്നെ ഒത്തിരി സിനിമകൾ MT തന്നെ സിനിമയാക്കിയിട്ടുണ്ട്. ഓളവും തീരവും, അതുപോലെ കടവ്. നമുക്കെപ്പോഴും ചോദിക്കുന്നതാണ് നിർമ്മാല്യം. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ഏത് പേരിലാണ് സിനിമയാക്കിയിട്ടുള്ളത് എന്നുള്ളത്. നിർമ്മാല്യം. അതുപോലെ തന്നെ സക്കറിയയുടെ ഒരു കൃതി, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞിട്ടുള്ള കൃതി വിധേയൻ എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിരവധി കൃതികൾ എന്തായി വന്നിട്ടുണ്ട്, സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചോദ്യം നമ്മുടെ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് മലയാള സന്ധിയാണോ? അല്ല, ലീലാതിലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ധി നിയമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൺ അധികം തീതു മണ്ടീതു എന്നാകുന്നത് ഏത് സന്ധി പ്രകാരം? ഓപ്ഷൻ എ നസ്തസ്യട, ഓപ്ഷൻ ബി നോ നോണ, ഓപ്ഷൻ സി ലോണോനി, ഓപ്ഷൻ ഡി നേന. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഓപ്ഷനിലുള്ള സന്ധി നിയമങ്ങളല്ലാതെ തന്നെ സ്ഥിരം ചോദിക്കുന്ന വേറെയും സന്ധി നിയമങ്ങൾ നമുക്ക് ലീലാതിലകത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് പഠിച്ചാൽ നമ്മൾ സാധാ പഠിക്കുന്ന ARൻ്റെ ഒരു സന്ധി പോലെ പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമല്ല ഇതിന്. കാരണം ഇത് സംസ്കൃതത്തിലുള്ളതായതുകൊണ്ട് ഇതിന് കുറച്ച് നമുക്ക് ഓർത്ത് വെക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്യുക. ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്, 1-2 ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ മാത്രമാണ് തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് റെഫർ ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഉദാഹരണങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ അതുപോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കതൊരു ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും. ഓക്കെ, അപ്പം മൺ അധികം തീതു മണ്ടീതു എന്നാകുന്നത് ഏത് സന്ധി പ്രകാരമാണ്? നമുക്ക് ഈ ഒരു ചോദ്യം നമ്മുടെ ARൻ്റെ സന്ധി ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഏതാണ്. ആദേശസന്ധിയിലാണ് അത് ഉൾപ്പെടുക അല്ല. അപ്പം നമ്മൾ വിൺ അധികം തലം ബിണ്ടലം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മൺ അധികം തീതു മണ്ടീതു എന്നാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? മൺ അധികം തീതു, അതായത് നഗാരത്തിന് പരമായിട്ട് തകാരം വന്നാൽ എന്തായി മാറും? തകാരം ടകാരമായിട്ട് മാറും എന്ന് നമ്മൾ ആദേശസന്ധിയിൽ ഫസ്റ്റ് പഠിക്കുന്ന കാരികയാണ് അത്. അപ്പോൾ ആ ഒരു കാരിക പ്രകാരം തന്നെയാണ് ഇവിടെയും മാറ്റം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം നസ്തസ്യ ട എന്നുള്ളതാണ്. മൺ അധികം തീതു മണ്ടീതു, കൺ അധികം തീതു കണ്ടീതു. ഇതിന് എപ്പോഴും ചോദിക്കുന്ന ഉദാഹരണം ഇത് തന്നെയാണ് കേട്ടോ. നസ്തസ്യ ട എന്ന് പറയുന്ന ഈ ഒരു നിയമത്തിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം മൺ അധികം തീതു മണ്ടീതു എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ദ്വിത്വസന്ധിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദ്വിത്വസന്ധിയിൽ പക്ഷേ നമ്മുടെ ARൻ്റെ ഇതിൽ നമ്മൾ ആ ഒരു നിയമം പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ലീലാതിലകത്തിൽ നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നുണ്ട് താനും. അപ്പോൾ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. അതിലൊന്നാമത്തത് സമാസേ ചാഞ്ഞാദീനാം എന്നുള്ളത്. സമാസേ ചാഞ്ഞാദീനാം എന്ന് പറയുന്ന ഒരു സൂത്രം. അതായത് ഇപ്പോൾ നമ്മൾ പറയാണ് ആന അധികം കാട് ആനക്കാട്. ഇതാണ് ഇതിന് ലീലാതിലകാരൻ കൊടുക്കുന്ന ഉദാഹരണം. അപ്പോൾ ഈ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത്. സമാസേ ചാഞ്ഞാദീനാം എന്ന് പറയുന്നത്, അതായത് സമാസത്തിൽ സ്വരത്തിന് പരമായിട്ട് വരുന്ന കച്ചതപങ്ങൾ, അതായത് കച്ചതപങ്ങൾ പറഞ്ഞാൽ ക ച ട ത പ. ഈ ക ച ട ത പ എന്ത് ചെയ്യും? ഇരട്ടിക്കും എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. വീണ്ടും ആന എന്നാണ് എഴുതാൻ പോകുന്നത്. വാഴ അധികം പാടം വാഴപ്പാടം. കണ്ടില്ലേ?
ഈ ഇരട്ടിപ്പ് വരുന്നത്. ഇത് നമ്മുടെ ദ്വിത്വസന്ധിയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇത് തന്നെയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് വിശേഷണം പൂർവ്വപദവും വിശേഷ്യം പരപദവുമായി വരുമ്പോൾ അതായത് സമാസിക്കുന്ന സമയത്ത് പരപദത്തിൻ്റെ ആദ്യത്തിൽ ദൃഢവ്യഞ്ജനം ഇരട്ടിക്കും എന്ന് പറയുന്ന ARൻ്റെ സന്ധി നിയമം തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ. ഇനി മറ്റൊന്ന് ചോദിക്കുന്നത് ക്വചില്ലോപ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമാണ്. ക്വചില്ലോപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഉദാഹരണം വരുന്നത് വട്ടം അധികം പലക, വട്ടപ്പലക. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അത്. അപ്പോൾ സമാസേ ചാഞ്ഞാദീനം കുചില്ലോപ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ 3 നസ്തസ്യട സമാസേ ചാഞ്ഞാദീനം കുചില്ലോപ ഇത് 3 സ്ഥിരമായിട്ട് മാറി മാറി ചോദിക്കുന്ന സൂത്രങ്ങളാണ്. ക്ലിയർ. ഇതാണ് സന്ധി ഭാഗത്ത് നിന്നും വരുന്ന ചോദ്യം. ഇനി കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് 2-3 തവണ വന്നിട്ടുള്ള ചോദ്യം ആണ് ഈ ഒരു നമുക്കതിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പേരും അതിൻ്റെ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യമാണിത്. ആറ്റിങ്ങൽ കലാപം, നായർ പട്ടാളം ലഹള, ചാന്നാർ ലഹള, കുറിച്യർ ലഹള. അപ്പോൾ നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപം 1721 നടക്കുന്നത്. അപ്പോൾ A5 എന്ന് വരുന്ന ഓപ്ഷൻ 2 എണ്ണം ഉണ്ട്, എയും ഡിയും. അപ്പോൾ നമുക്ക് ബി കട്ട് ചെയ്യാം, സിയും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നായർ പട്ടാളം ലഹള, അപ്പോൾ അത് നമുക്ക് അറിയില്ല. നായർ പട്ടാളം ലഹള എത്രയിലാണ് നമുക്ക് അറിയില്ല എന്ന് വെക്കാം. ചാന്നാർ ലഹള നമുക്കറിയാം 1858. ചില പുസ്തകങ്ങളിൽ 1859 എന്നും കാണാനുണ്ട്. അപ്പോൾ 58 അല്ലെങ്കിൽ 59 എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ C2 വരുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് നോക്കാം. C2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ഡി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കങ്ങനെ ഉത്തരം കിട്ടും. ഇനി നമുക്ക് നോക്കാം. നായർ പട്ടാളം ലഹള 1804. അപ്പോൾ B4 എന്നാണ് വരുന്നത്. കുറിച്യർ ലഹള 1812. അപ്പോൾ D1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കുക, ചാന്നാർ ലഹള 1858, 1859, അതായത് 58-59 ഇത് അവസാനിക്കുന്നത്. ചാന്നാർ ലഹള ആരംഭിക്കുന്നത് 1822. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, മാറുമറയ്ക്കാനുള്ള സമരം. അതാണ് ചാന്നാർ ലഹള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാന്നാർ ലഹള മാറുമറയ്ക്കാനുള്ള അനുവാദം കൊടുത്തത് ആരാണ്? ഉത്രം തിരുനാളാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ് ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ചാന്നാർ ലഹളേൻ്റെ മുന്നോടിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാരാ ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ 1809 എന്നൊരു പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 1809 എന്താണ് നടന്നത്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരമാണ് നടന്നിട്ടുള്ളത്. കുണ്ടറ വിളംബരം ആരാ നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, കുറിച്യർ ലഹള വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി ഉണ്ടായിട്ടുള്ളതാണ് കുറിച്യർ ലഹള. നടന്നിട്ടുള്ളത് വയനാടാണ്. രാമൻ നമ്പിയാണ് അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത്. കുറിച്യർ ലഹളയുടെ നേതാവ് രാമൻ നമ്പിയാണ്. നായർ പട്ടാളം ലഹള നടക്കുന്നത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ലഹള തന്നെയാണ് നായർ പട്ടാളം ലഹള. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹം പഠിക്കണം. അതുപോലെ പഴശ്ശിക്കലാപം 1793 to 1805.
1805. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ട്, രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കണം. അതുപോലെ തന്നെ കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, അതുപോലെ തോൽവിറക് സമരം, അങ്ങനത്തെ കുറച്ച് സമരങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ വർഷവും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ആത്മകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആത്മകഥ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗദ്യം എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിലാണ് നമുക്ക് ആത്മകഥയും ജീവചരിത്രവും സഞ്ചാര സാഹിത്യവും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൃതികൾ അതുപോലെ എഴുത്തുകാർ എന്നുള്ള രീതിയിൽ മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഈ ആത്മകഥയും അതുപോലെ ജീവചരിത്രവും ഒരുപോലെ തന്നെയാണ്. യാത്രാവിവരണവും അത് പഠിക്കാനുള്ളത്. കൃതി, എഴുത്തുകാർ എന്നുള്ള രീതിയിൽ നിങ്ങളത് പഠിച്ചു വയ്ക്കുക. നോക്കാം. എതിർപ്പ് ആരുടേതാണ്? എതിർപ്പ് കേശവദേവിൻ്റെതാണ്. എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കേശവദേവാണ്. അപ്പോൾ എതിർപ്പ് കേശവദേവ്. A4 എന്ന് വരുന്ന ഓപ്ഷൻ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളത്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി മറ്റുള്ളത് നോക്കാം. സ്മരണമണ്ഡലം ആരുടേതാണ്? സാഹിത്യ പഞ്ചാനൻ്റെതാണ്. B3. ഓർമ്മയുടെ ഓളങ്ങളിൽ നമുക്ക് കിട്ടും. G ശങ്കരക്കുറുപ്പിൻ്റെതാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. അതുപോലെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്മരണ വെച്ചിട്ട് ഒത്തിരി കൃതികളുണ്ട്. എൻ്റെ ജീവിത സ്മരണകൾ, മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കാവ്യലോക സ്മരണകളുണ്ട് വൈലോപ്പിള്ളിയുടെ. അപ്പോൾ സ്മരണ വെച്ചിട്ടുള്ളതുണ്ട്. അതുപോലെ ഓർമ്മ വെച്ചിട്ടുള്ള ഒത്തിരി കൃതികളുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മയുടെ ഓളങ്ങളിൽ ഇവിടെ തന്നിട്ടുണ്ട് G ശങ്കരക്കുറുപ്പ്. ഇനിയോ ഓർമ്മയുടെ അറകൾ ചോദിക്കുകയാണെങ്കിലോ, ഓർമ്മയുടെ അറയിൽ ആരാണ് ഇരിക്കുന്നത്? അറയിൽ ബഷീർ ഇരിക്കുന്നു എന്നോർത്ത് വയ്ക്കുക. അറയിൽ ബഷീർ ഇരിക്കുന്നു. അറയിലിരുന്നാണ് ബഷീർ എഴുതുന്നത്. അപ്പോൾ ഓർമ്മയുടെ അറകൾ ബഷീർ. ഇനി ഓർമ്മയുടെ തീരങ്ങളിലാവുമ്പോൾ ഓർമ്മയുടെ തീരങ്ങളിൽ തീരത്താരാളുള്ളത്? തകഴിയാണുള്ളത്. തകഴിൻ്റെ ചെമ്മീനൊക്കെ തീരത്താണല്ലോ ഉള്ളത്. അപ്പോൾ ചെമ്മീനൊക്കെ കടൽ തീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണല്ലോ. അപ്പോൾ തകഴി ഓർമ്മയുടെ തീരങ്ങളിലാണ് എന്നോർത്ത് വയ്ക്കുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുള്ള കൃതികൾ കൊടുത്തുനിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സ്മരണ വെച്ചിട്ടുള്ള കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ കൃഷ്ണപിള്ളേൻ്റെ കൃതിയുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ മന്നത്ത് പത്മനാഭൻ്റെ കൃതിയൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളാണ്. ക്ലിയർ? അടുത്തത് ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയാണ്. അപ്പോൾ അതിൽ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥാത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കീചകവധം, ഭഗവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം എന്ന് പറയുന്നതാണ്. ഏതാണ് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥാത്രയത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ഭഗവധമാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പം ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം എന്ന് പഠിക്കാം. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. അപ്പോൾ ഉദകി ഇരയിമ്മൻ എന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കൃതികൾ കിട്ടും. ഇത് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ചോദിച്ചത്. ഇതിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഉദകി പറഞ്ഞാൽ ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ക്ലിയർ? ഈ രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആട്ടക്കഥയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം, സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, കോട്ടയം കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? കോട്ടയം കഥകളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കോട്ടയം കഥകൾ? കോട്ടയം കഥകൾ ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ്റെതാണ് കോട്ടയം കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥകൾ. 4 ആട്ടക്കഥകളുണ്ട്. ഭഗവധം, കല്യാണ സൗഗന്ധികം, കീചകവധമല്ല, കിർമീരവധം,
കവച കാലകേയവധം. ഈ 4 ആട്ടക്കഥകൾ, ഇതിൻ്റെ ഓർഡർ ഓർത്ത് വയ്ക്കുക. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? ബ ക കി നി, ഭഗകിനി എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ കോട്ടയം കഥകൾ ഏതാണ്? ഭഗകിനി. ഭഗകിനി പറഞ്ഞാൽ ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. ചില സമയത്ത് നമുക്ക് എങ്ങനെ ചോദിക്കും? കാലകേയവധം എന്ന് മാത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? ഈ ഒരു കൃതി തന്നെയാണ്, നിവാത കവച കാലകേയവധം തന്നെയാണ്. ഇതും സ്ഥിരമായിട്ട് ആട്ടക്കഥാ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ARൻ്റെ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ARൻ്റെ സന്ധി. അപ്പം ചെന്താർ, താമരയില, ചൂട്, ചക്കപ്പഴം ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ധികൾ ഏതൊക്കെയാണെന്ന്? ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി, ഗുണസന്ധി. ഓക്കെ, അപ്പം ചെന്താർ ഏതാണ്? ആഗമസന്ധിയാണ്. ചെന്താർ എന്ന് പറയുന്നത് ആദേശസന്ധിയാണ്. ചെന്താർ ആദേശസന്ധി. അപ്പോൾ A3 എന്ന് വരുന്ന ഒരേ ഓപ്ഷനുള്ളൂ, അത് C ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഇനി B ഏതാണ്? B4 താമരയില ആഗമസന്ധി, ചൂട് എന്ന് പറയുന്നത് ലോപസന്ധി, ചക്കപ്പഴം ദ്വിത്വസന്ധി. ഓക്കെ, ഇതാണ് സന്ധികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ചെന്താർ നമ്മളെങ്ങനെയാണ് പിരിച്ചെഴുതുക? താർ. നമുക്ക് എന്ത് കിട്ടും? ചെന്താർ എന്ന് കിട്ടും. ആദേശസന്ധിയാണ് കേട്ടോ. ഇതിൽ ആദേശസന്ധി ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്മിലെ ഈ അനുസ്വാരം പോയിട്ട് എന്ത് ചെയ്യുന്നു? അനുസ്വാരം പോയിട്ട് അവിടെ ഏതക്ഷരം വരുന്നു? ന എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ ന എന്നുള്ള അക്ഷരം വന്നിട്ട് ചെന്താർ എന്നാകുന്നു. ക്ലിയർ? അപ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. ആദേശം. ഇനി താമര ഇല, നമുക്കറിയാം താമര അധികം ഇലയാണ് താമര ഇലയാകുന്നത്. താമര ഇല. അപ്പോൾ അതിൽ ഏത് വർണ്ണമാണ്? ഇത് ആഗമസന്ധിയാണ്. ആഗമം എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ളതാണ്, പുതിയൊരു അക്ഷരം വരിക. അപ്പോൾ താമര ഇല, ഈ പോയിട്ട് എന്ത് ചെയ്യുന്നു? യാ എന്നുള്ള ഒരു വർണ്ണം അവിടെ വരുന്നു. യാ. അപ്പോൾ ആഗമസന്ധിയിൽ 2 വർണ്ണങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്നുകിൽ യാ അല്ലെങ്കിൽ വ എന്നുള്ളതാണ് വരുന്നത്. പൂർവം ഓഷ്ട്യമാണെങ്കിൽ താലവ്യവും പൂർവം ഓഷ്ട്യമാണെങ്കിൽ യകാരവും, പൂർവം താലവ്യമാണെങ്കിൽ വകാരവുമാണ് വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ യാ എന്നുള്ള വർണ്ണമാണ് കടന്നു വരുന്നത്. അപ്പോൾ യാ വരികയാണെങ്കിൽ അത് ആഗമസന്ധിയാണ്, അല്ലെങ്കിൽ വാ വരികയാണെങ്കിലും അത് ആഗമസന്ധിയാണ്. പിന്നെ വന്നിട്ടുള്ള 2 ഉദാഹരണങ്ങളൊന്നും ചൂട്, തണുപ്പ് എന്നുള്ളതാണ്. ചൂട് ഇങ്ങനെ പണ്ടത്തെ ഈ പ്രകാരം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ചൂട്, ഈ ഊ എന്നുള്ളത് ലോപിച്ചിട്ട് ചൂട് എന്നായി മാറുന്നു. അപ്പോൾ ഇത് ലോപസന്ധി. അതുപോലെ തന്നെ ചക്കപ്പഴം, ചക്ക അധികം പഴം, ചക്കപ്പഴം. ഇതിൽ പ എന്നുള്ള വർണ്ണം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദ്വിത്വസന്ധി. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതും സ്ഥിരമായിട്ട് നമുക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നോക്കാം. നമ്മൾ കാവ്യം ഒക്കെ എന്താണ്, കാവ്യഹേതുക്കൾ എന്താണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കവി പഠിക്കുമ്പോഴും കാവ്യം പഠിക്കുമ്പോഴും ഒക്കെ അതെന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ഓരോ സൈദ്ധാന്തികർ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ. അപ്പോൾ ആ ശ്ലോകങ്ങൾ നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം, ഇതൊക്കെ നമുക്ക് മാത്സ് പഠിക്കുന്ന പോലെയാണ് അല്ലേ? നമുക്ക് ഇതിന് കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിക്കുന്നത് അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും വരിക. ഏത് ഭാഗത്തു നിന്ന്? സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തു നിന്ന് വരിക. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാതെ പഠിച്ചാൽ കിട്ടാവുന്ന
ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കാവ്യം എന്നതിൻ്റെ നിർവചനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എ പാർട്ടിൽ. ബി പാർട്ടിൽ അതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, നോക്കാം. എ, വാക്യം രസാത്മകം കാവ്യം. വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ. വാക്യം രസാത്മകം കാവ്യം. അപ്പോൾ എ 2 എന്നുള്ളത് 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നനു ശബ്ദാർത്ഥവും കാവ്യം നമുക്കറിയില്ല. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ആരാണ്? ഭാമഹനാണ്. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഭാമഹൻ. സി 4 എന്ന് വരുന്ന ഓപ്ഷൻ. അപ്പോൾ സി 4 എന്ന് വരുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരം അതാണ് എന്ന് നമുക്ക് കിട്ടും. ഇനി ശബ്ദാർത്ഥവും ശരീരം താവത് കാവ്യം. ശബ്ദാർത്ഥവും ശരീരവും താവത് കാവ്യം എന്ന് പറയുന്നത് ആനന്ദവർദ്ധനനാണ്. അതുപോലെ അപ്പം ബാക്കി ഉള്ളത് രുദ്രടനാണ്. അപ്പം നനു ശബ്ദാർത്ഥവും കാവ്യം എന്നുള്ളത് ആരാണ്? രുദ്രടനാണ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ. അപ്പോൾ വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ. നനു ശബ്ദാർത്ഥവും കാവ്യം രുദ്രടൻ. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഭാമഹൻ. ശബ്ദാർത്ഥവും ശരീരം താവത് കാവ്യം. ശബ്ദാർത്ഥവും ശരീരം താവത് കാവ്യം എന്ന് പറയുന്നത് ആനന്ദവർദ്ധനൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റ് നിർവചനങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുക. സൗന്ദര്യം അലങ്കാര. സൗന്ദര്യം അലങ്കാര എന്ന് പറയുന്നത് വാമനൻ പറയുന്നതാണ്. ഓക്കെ, അതുപോലെ വക്രോക്തിയിൽ പറയുന്നത് കുന്തകനെ കുറിച്ച്.